വെൽക്കം ടു ഷെലൻസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു എഗ് നൂഡിൽസ് ആണ്. ഇൻഗ്രീഡിയൻസ്: നൂഡിൽസ്, സെല്ലറി, സ്പ്രിംഗ് ഓണിയൻ, വെളുത്തുള്ളി, കാപ്സിക്കം, ക്യാരറ്റ്, കാബേജ്, കുരുമുളക് പൊടി, മുട്ട, ഉപ്പ്, സോയ സോസ്, ഓയിൽ. പാനിലേക്ക് 6 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂൺ ഓയിൽ. നന്നായി തിളയ്ക്കാൻ അനുവദിക്കാം. ഇപ്പം നന്നായി വെള്ളം തിളച്ചു വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു പാക്കറ്റ് നൂഡിൽസ് 2ആയി മുറിച്ചിടാം. ഹൈ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് വേവിക്കാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞു. ഇപ്പം നമ്മളുടെ നൂഡിൽസ് വെന്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് തണുത്ത വെള്ളത്തിൽ കഴുകി ഊറ്റി വയ്ക്കാം. മറ്റൊരു പാനിലേക്ക് ഓയിൽ ഒഴിക്കാം. അതിലേക്ക് 4 മുട്ട ഉപ്പും കുരുമുളകും ചേർത്ത് അടിച്ചെടുത്തത് ഒഴിക്കാം. ഇനി അത് നന്നായിട്ട് നമുക്കൊന്ന് സ്ക്രംബിൾ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മുട്ട വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ആ പാനിലേക്ക് തന്നെ കുറച്ച് ഓയിൽ ഒഴിക്കാം. 4 വെളുത്തുള്ളി ഇടാം. ഇത് വെളുത്തുള്ളി ഒന്ന് മൊരിഞ്ഞ് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് നമ്മളത് മാറ്റി വയ്ക്കും. ആ പാനിലേക്ക് തന്നെ കുറച്ചും കൂടി ഓയിൽ ഒഴിക്കാം. അതിലേക്ക് 2 ക്യാരറ്റ് നീളത്തിലരിഞ്ഞത്, 1 കാപ്സിക്കം, 1 കപ്പ് കാബേജ്, ഇതെല്ലാം ചേർത്തത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പിടുമ്പോൾ സൂക്ഷിച്ച് വേണം ഇടാൻ. നമ്മൾ ഓൾറെഡി നേരത്തെ നൂഡിൽസിലും ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് അധികം ഇടണ്ട. സോയ സോസും ഒക്കെ ഇടാനുള്ളതാണ്. അര സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ സെല്ലറി, 1 സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ. സെല്ലറി സ്പ്രിംഗ് ഓണിയനൊക്കെ അധികം ഇടുമ്പോഴാണ് നല്ല നൂഡിൽസിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അതിലേക്ക് നമുക്ക് നേരത്തെ തണുപ്പിച്ച് വെച്ച നൂഡിൽസ് ഇടാം. ഒരിക്കലും ചൂടോടുകൂടി നൂഡിൽസ് ഇടരുത്, അപ്പോൾ എല്ലാം ഇങ്ങനെ കട്ടിയായി പോകും. ഇനി നമുക്കത് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചൈനീസ് നമ്മൾ സാധനങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചെടുക്കാം. ഒരു സ്പൂൺ സോയ സോസ് ഒഴിക്കാം. അര സ്പൂൺ കുരുമുളക് പൊടി. എരിവ് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് 1 സ്പൂൺ സെല്ലറി ഇടാം, 1 സ്പൂൺ സ്പ്രിംഗ് ഓണിയനും. നന്നായി മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മറിച്ചെടുക്കാം. ഇനി അതിലേക്ക് നേരത്തെ സ്ക്രംബിൾ ചെയ്ത് വെച്ച മുട്ട ചേർക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് 1 പിഞ്ച് പഞ്ചസാര ചേർക്കാം. ഈ ഉപ്പോ എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണത്. ഇപ്പം നമ്മളുടെ വെളുത്തുള്ളിയുടെയും സെല്ലറിയുടെയും ക്യാപ്സിക്കം ഒക്കെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ എഗ് നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.